പക്ഷെ എന്നാൽ പ്രകാശവുമായി യാതൊരു തരത്തിലും ഇന്ററാക്ഷൻസ് നടത്താത്ത ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? 1930കളിൽ സ്വിസ് അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന ഫ്രിറ്റ്സിക്ക് ഏകദേശം 321 പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമുള്ള ആയിരക്കണക്കിന് ഗാലക്സികളുടെ ക്ലസ്റ്ററായ കോമ ക്ലസ്റ്ററിനെ കുറിച്ച് പഠനം നടത്തിയ സമയം. അന്ന് ആ കാലഘട്ടം വരെയുള്ള അറിവുകൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ മാസായി കണക്കാക്കിയിരുന്നത് വിസിബിൾ മാറ്ററിന്റെ മാസ് മാത്രമായിരുന്നു. കോമ ക്ലസ്റ്ററിനെ കുറിച്ചുള്ള പഠനത്തിൽ വിറിയൽ തിയറം അപ്ലൈ ചെയ്യുന്ന സമയം അതിലുള്ള ഗാലക്സികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗാലക്സികൾ ഒരിക്കലും കോമ ക്ലസ്റ്ററിൽ കാണുവാൻ സാധിക്കുന്ന വിസിബിൾ മാറ്റർ പുറത്തുവിടുന്ന ഗുരുത്വാകർഷണം മാത്രമാണ് ഉള്ളതെങ്കിൽ പണ്ടേ കോമ ക്ലസ്റ്ററും വിട്ട് പുറത്തു പോകേണ്ടതാണ്. പക്ഷെ എന്നാൽ ഈ ഗാലക്സികൾ ഒന്നും തന്നെ ഈ ക്ലസ്റ്റർ വിട്ട് പുറത്തു പോകുന്നുമില്ല. മാത്രമല്ല ഗാലക്സികളുടെ വേഗതയും ഗ്രാവിറ്റി